ഇത്തരമൊരു പരിപാടി LDF 3 ജാഥകൾ എന്ന നിലക്കാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ 2 ജാഥകൾ തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് MV ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ജാഥ. ആ ജാഥ പാലക്കാടാണ് അവസാനിക്കുക. മറ്റൊരു ജാഥ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. ഇത് തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് പര്യടനം നടത്തുക. ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ജാഥ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പര്യടനം നടത്തുക. ഈ 14 ജില്ലകളിലും LDFന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നതാണ് ഈ ജാഥയുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ ശരിയല്ലാത്ത കാര്യങ്ങളെന്ന നിലക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ആ ഘട്ടത്തിൽ ജനങ്ങളുമായി സംവദിക്കുക എന്നതിന് വലിയ പ്രാധാന്യമാണ് LDF നൽകുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ അസംബ്ലി സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണ നിലയിൽ അസംബ്ലിക്കകത്തൊക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് എല്ലാവരും മുൻകൈ എടുക്കുക. ചില ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നില്ല എന്ന സമീപനം വരുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ഇതാണ് സാധാരണ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ നടന്നു വരാറുള്ളത്. പക്ഷേ നമ്മുടെ നിയമസഭയിൽ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന 2 ഘട്ടം, ഒന്ന് നയപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചർച്ച, മറ്റൊന്ന് ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച. ഈ ചർച്ചയിലെല്ലാം വലിയ തോതിൽ മാറി നിൽക്കുന്ന അവസ്ഥയാണ് UDF സ്വീകരിച്ചത്. നയപ്രഖ്യാപനത്തിൻ്റെ ചർച്ചയിൽ ആദ്യത്തെ 2 ദിവസം പൂർണ്ണമായും വിട്ടുനിന്നു. ബജറ്റിൻ്റെ ചർച്ച 3 ദിവസം, 3 ദിവസവും UDF വിട്ടുനിന്നു. എന്താണിത്? സാധാരണ നിലയിൽ ഒരു വിഷയം ഉന്നയിച്ച് ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് വരുമ്പോഴാണല്ലോ മറ്റ് നടപടികളിലേക്ക് കടക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ചർച്ചയെ UDF ഭയപ്പെടുക. ചർച്ചയിലുള്ള പ്രത്യേകത എന്താ? ഏകപക്ഷീയമായി കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റില്ല. പറയുന്ന കാര്യങ്ങൾക്ക്
നേരെ മറുപടി കിട്ടും. പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കും, ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കും. അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ സഭയുടെ മുന്നിൽ വരും. ആ യഥാർത്ഥ വസ്തുതകളെ ഭയപ്പെടുകയാണ്. യഥാർത്ഥ വസ്തുതകൾ അവതരിക്കപ്പെടരുത്. വല്ലാതെ ഭയപ്പെട്ട് ഒളിച്ചോടുന്ന UDF-നെയാണ് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ അതേസമയം വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നതിന് ഒരു ക്ഷാമവുമില്ല.